മിഡിൽ ക്ലാസ് ഫാമിലി അറ്റ് ഹരിപ്പാടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. രാവിലെ പോയി കഴിഞ്ഞാൽ നല്ല കരിമീനും കൊഞ്ചും നല്ല വലിയ ഞണ്ടും ഒക്കെ വളരെ ലാഭത്തിൽ വാങ്ങിക്കാൻ പറ്റിയ ഒരു സ്ഥലമുണ്ട്. അതെവിടെയാണെന്നല്ലേ? ഹരിപ്പാട്, അതായത് ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട് കാർത്തേപ്പള്ളി താലൂക്കിൽ. കാർത്തേപ്പള്ളിയിൽ നിന്ന് നേരെ പടിഞ്ഞാറോട്ട് പോരുക. അവിടെ പുളിക്കി എന്ന് പറയുന്നത് മഹാദേവി കാടിന് തൊട്ടടുത്ത് പുളിക്കി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. പുളിക്കിയിൽ നിന്നും തൊട്ടടുത്താണ് പിള്ളക്കടവ്. പിള്ളക്കടവിലാണ് ഞാൻ പറഞ്ഞ ഈ കച്ചവടം. അതും നല്ല ഫ്രഷായിട്ട് നല്ല പിടയ്ക്കുന്ന മീൻ, അതും ഐസ് ഇടാത്തത്. അതുപോലെ തന്നെ ഇത് വള്ളക്കാർ നേരിട്ട് കൊടുക്കുന്നതായതുകൊണ്ട് തന്നെ ഇവിടെ വൻ ലാഭവുമാണ്. അതുപോലെ ഫ്രഷ് മീനും കിട്ടും. അപ്പം അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരുന്ന വീഡിയോ ആണ് ഞങ്ങൾ എടുക്കുന്നത് കേട്ടോ. രാവിലെ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് നല്ല ഇരുട്ടായിരുന്നു, അതുകൊണ്ടാണ് തിരിച്ചു വരുന്ന വീഡിയോ എടുക്കുന്നത്. അപ്പം അങ്ങോട്ട് പോയ വഴിക്ക് കണ്ട ഇങ്ങോട്ട് തിരിച്ചു വന്ന വഴിക്ക് കണ്ട ഒരു അതിഥിയാണ് ഇത്. ആൾ രാവിലെ എണ്ണീറ്റിട്ട് കൈയും കാലും ഒക്കെ അനക്കി ഒന്ന് എനർജി ആയിട്ടൊക്കെ നിൽക്കുക. എൻ്റെ ഫ്രണ്ടിലത്തെ 2 കാലും കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. ചാടി അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. എന്തായാലും അദ്ദേഹത്തിനെ കണ്ട് ഒരു 5 മിനിറ്റ് ഞങ്ങൾ അവിടെ നിന്നു. അതൊക്കെ കണ്ടിട്ട് പതുക്കെ ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. അപ്പം നമുക്ക് ബാക്കി പിള്ളക്കടവിലെ വിശേഷങ്ങളൊക്കെ കാണാം. പിന്നെ മറ്റൊരു വിശേഷം കൂടിയുണ്ട് കേട്ടോ. ഇത് ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലെയാണ്. ഇന്ന് കാണാൻ നല്ല രസമാണ്. ഈ റൂട്ട് വരുന്ന വഴിയുടെ സൈഡിലൊക്കെ ആണെങ്കിൽ ശരിക്കും കായംകുളം കായലാണ്. കായംകുളം കായലിൻ്റെ സൈഡിലൂടെയുള്ള യാത്രയാണ് നമ്മളിപ്പോൾ കാണുന്നത്. കായംകുളം കായലിൻ്റെ സൈഡിലൂടെയുള്ള യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തോടുണ്ട്. അത് കഴിഞ്ഞ് കായൽ കഴിഞ്ഞ് നേരെ ഈ പുളിക്ക് കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്തോട്ട് ചെല്ലുമ്പോഴത്തേക്ക് തൃക്കുന്നപ്പുഴ എത്തി. തൃക്കുന്നപ്പുഴ തൊട്ട് അങ്ങോട്ട് ബീച്ച് റോഡാണ്. അവിടെ തൃക്കുന്നപ്പുഴ ബീച്ച്, ആറാട്ടുപുഴ ബീച്ച്, പിന്നെ അതുവഴി നേരെ ചെല്ലുന്നത് കയറുന്നത് ആയിരംതെങ്ങ് ബീച്ച്. അപ്പോൾ ഈ പോകുന്ന റൂട്ടിലെല്ലാം ഒത്തിരി ബീച്ചുകളും കാര്യങ്ങളും ഒക്കെ കാണാനുണ്ട്. അപ്പം ഇത് ഈ ഒരു വരുന്ന വരവ് ഒരു യാത്രയും കൂടി ആക്കി എടുത്താൽ അത് അടിപൊളിയായിരിക്കും. നല്ലൊരു ട്രാവലിംഗ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പായിട്ടുള്ള സ്ഥലം കൂടിയാണ് ഇത്. അത്യാവശ്യം ഗ്രാമഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റിയ ആൾക്കാരുണ്ടെങ്കിൽ അതുപോലെ തന്നെ വള്ളത്തിൽ യാത്ര ചെയ്യാം. പിന്നെ ബോട്ടിങ്, ആലപ്പുഴ ബോട്ടിങ് കായംകുളം കായലിൽ കൂടെയാണ് വരുന്നത്. ഗവൺമെൻറ്റിൻ്റെ ബോട്ടിംഗ് ഉണ്ട്. അവിടെ നിസ്സാര പൈസയ്ക്ക് ബോട്ടിങ്ങിനും പോയി കറങ്ങിയിട്ടൊക്കെ വരാൻ പറ്റിയ റൂട്ടാണ് ഈ പോകുന്ന സ്ഥലങ്ങൾ. നമ്മൾ പറഞ്ഞേക്കുന്ന പുളിക്കി ഏരിയയിൽ. അപ്പം ബാക്കിയെല്ലാം നമുക്ക് ഈ റോഡിൻ്റെ റൂട്ടൊക്കെ ഒന്ന് കാണാം. അതിനുശേഷം നമ്മൾ നേരെ പിള്ളക്കടവിലേക്ക് ചെന്നിട്ടുള്ള കാഴ്ചകളും കാണാം. ചരിത്രമുറങ്ങുന്ന കായംകുളം കായൽ ഉണർന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്തായാലും പതുക്കെ വള്ളങ്ങളൊക്കെ അടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം വള്ളത്തിലുള്ള ഇന്നത്തെ ഒരു ലേലം വിളി, ഫസ്റ്റത്തെ ലേലം വിളിയാണ് ഇത് കണ്ടത്. ഇത് മൊത്തം കൂടെ പോയത് 500 രൂപയ്ക്കാണ്. ഒരു വൻ ലാഭം എന്ന് വേണമെങ്കിൽ പറയാം. അയാൾ അപ്പുറത്ത് തന്നെ കണ്ട് പോവാണ്. അയാളൊക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലും വിളിക്കണ്ടേ? ഇത് 500 രൂപ വില വിളിക്കുന്നു. 500 രൂപ, 500, 400 രൂപ, 500, 500 രൂപ, 500 വേണ്ട പറഞ്ഞു. 500 അതില്ലെങ്കിൽ എടുക്കാർപ്പായി. അങ്ങനെ ആ ലേലം 500 രൂപയ്ക്ക് കുറച്ച്. ആദ്യത്തെ വള്ളമായിരുന്നു. നേരത്തെ വരുന്നവർക്ക് വൻ ലാഭത്തിൽ മീൻ കിട്ടും. അതാണ് ഞാനിപ്പോൾ ഈ കാണിച്ചതിൻ്റെ അർത്ഥം. ഇതുകൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഏത് തന്നെ ആയാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുതേ.
ഇതിൻ്റെ അകത്ത് ചെറിയ കരിമീനൊക്കെ അവർ സെപ്പറേറ്റ് മാറ്റുന്നുണ്ട് കേട്ടോ. ചെറിയ കരിമീൻ കുറേയൊക്കെ കച്ചവടക്കാർ കൊണ്ടുവന്നതും കുറേയൊക്കെ ഇവർ വീട്ടിലേക്ക് കൊണ്ടുവന്നതും ഒക്കെയാണ്. നോക്കട്ടെ കിലോ കാണുമായിരിക്കും. 3-4 കിലോ അതൊക്കെ 3,800 ഉണ്ടല്ലോ. പോരെ ഞണ്ടുകളും മീനുകളും ഈ സമയത്ത് കുറച്ച് കുറവാണെന്ന് ഇവർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കച്ചവടക്കാർ, അതായത് വാങ്ങാൻ വരുന്ന കച്ചവടക്കാരുടെ എണ്ണത്തിൽ നേരിയ കുറവുള്ളത് കൊണ്ട് തന്നെ വൻ ലാഭമാണ് ഈ സമയങ്ങളിൽ നേരെ ഈ പിള്ളക്കടവിലേക്ക് എത്തുന്നത്. അപ്പം നല്ല റേറ്റ് വരും. ഇതൊക്കെ കണ്ട് ഇമ്പോർട്ട് ചെയ്യുന്ന ഞണ്ടുകളൊക്കെയാണ്. അതൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന വൻ ലാഭത്തിൽ മേടിക്കാൻ പറ്റുന്നൊരു സെറ്റിംഗ് ഇവിടെ ഉണ്ട്. അതെല്ലാവരും ഓർക്കുക. ഈ റൂട്ട് വന്ന് മാക്സിമം മേടിക്കാൻ പറ്റുന്നവർ ഇവിടെ വന്ന് മേടിക്കുക. നല്ലൊരു അവസരമാണ്. കാരണം നമ്മൾ പുറത്ത് വന്ന് കച്ചവടക്കാരെ നിന്ന് വാങ്ങിക്കുമ്പോൾ അതിൻ്റേതായ നമുക്ക് എത്ര രൂപയ്ക്ക് കിട്ടുന്നത്, ഫ്രഷ് ആണോ ഐസ് ഇട്ടതാണ്, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതൊന്നുമില്ല, വള്ളത്തിൽ നിന്ന് നേരിട്ട് പിടിച്ച് നമുക്ക് കിട്ടുന്ന ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ നല്ല സാധനമായിരിക്കും. ഫ്രഷായിട്ട് നമുക്ക് ലൈവായിട്ട് കണ്ട് എടുക്കാൻ കഴിയും. സാധാരണ ഈ കൂടെ നിറയെ ഞണ്ടൊക്കെ ആയിട്ട് വരുമെന്ന് ഇവർ പറയുന്നത്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ കൊണ്ട് മാത്രമാണ് ഞണ്ടും കരിമീനും ഒക്കെ വളരെ കുറവെന്നാണ് പറയുന്നത്. എന്നാലും ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം, ഇപ്പം നമ്മളെപ്പോലുള്ളവരൊക്കെ വാങ്ങിക്കാൻ ചെല്ലുന്നതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലാവിഷായിട്ടുള്ള സാധനം ഇവിടെയുണ്ട്. അപ്പം ഇപ്പോൾ ഒരു ഞണ്ടിൻ്റെ വലിപ്പം ഞാൻ കാണിച്ചത്. ഇത് കണ്ടോ, ഒരു ഞണ്ടിൻ്റെ വലിപ്പം കണ്ടോ. ഇതൊക്കെ കച്ചവടക്കാരെയും നമുക്ക് നേരിട്ട് കിട്ടുന്ന വളരെ കുറവ്, അല്ലെങ്കിൽ നല്ല വലിയ തുകയ്ക്കൊക്കെ ആയിരിക്കും. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിസ്സാര വിലയ്ക്ക് നമുക്കിത് കിട്ടും എന്നുള്ളതാണ് ശരിക്കുള്ള വാസ്തവം. അങ്ങനെ പതുക്കെ വെട്ടം വീണ് തുടങ്ങി. വള്ളക്കാരുടെ എണ്ണവും പതുക്കെ കൂടി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയെല്ലാം ചെറുകിട വള്ളക്കാരാണ് വരുന്നത്. ചെറുകിട വള്ളക്കാരും ഒരുവിധം വലിയ വെള്ളം, എന്നാലും വലിയ ബോട്ടുകളും കാര്യങ്ങളും ഒന്നും വരത്തില്ല. ഇവർ ഇന്ന് വൈകിട്ട് വലയിട്ടിട്ട് നാളെ വന്ന് സാധനം വിൽക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഫ്രഷായിട്ടുള്ള മീനുകളും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നത്. ഇതിന് ഈ പിള്ളക്കടവിന് ഈ പേര് വരാനുള്ള ഒരു കാരണം കൂടിയുണ്ട് കേട്ടോ. പണ്ട് ഈ കടവിൻ്റെ അവിടെ ഒരു ചായക്കച്ചവടം നടത്തിയിരുന്ന ഒരാളുണ്ട്, ഒരു പിള്ളയുടെ ചായക്കടയാണ് പിന്നീട് കാലത്ത് പിള്ളക്കടവായി മാറിയത്. കായംകുളം കായലിലെ ഞണ്ടും കൊഞ്ചും കരിമീനും ഒക്കെ നമുക്ക് ഇവിടെ സുലഭമായി ലഭിക്കും. അത് മറ്റൊരു കാര്യം. ഇത് കൂടാതെ തന്നെ ഇത് കണ്ടോ, കച്ചവടക്കാർ വന്ന് ഇവിടെ നിന്ന് ലേലം പിടിച്ചുകൊണ്ട് പോകുന്ന കാഴ്ച കാണുന്നത്. ലേലം പിടിക്കുക മാത്രമല്ല, അവർ ഇപ്പോൾ വള്ളക്കാർ വരുമ്പോൾ തന്നെ അവരുമായിട്ടൊരു ഡീലിംഗ് ഉണ്ടാക്കി സംഭവം. ഇപ്പോൾ അവരൊരു വില പറഞ്ഞാൽ ആ വിലയെടുത്ത് സാധനം എടുത്ത് പോകണം. ഇതുപോലെ തന്നെ വീട്ടുകാരും വരാറുണ്ട്. പല ദൂരെ നിന്നുള്ള ആൾക്കാരടക്കം വന്ന് ഇതുപോലെ ചെറിയ വള്ളമാണ് കൂടുതലും ഇവിടെ വരുന്നത്. അധികം വലിയ വള്ളങ്ങളോ വലിയ ലേലം വിളിയോ ഒന്നുമില്ല. നമുക്കാണെങ്കിലും വന്ന് ലേലം വിളിച്ച് അവിടെ നിന്ന് പോകാവുന്നേ ഉള്ളൂ. ഇതിന് മുമ്പ് നേരത്തെ ലേലം അറിയണം എന്നൊന്നുമില്ല. അത്യാവശ്യം മീനിൻ്റെ വിലയുടെ ഒരു ഇതറിയണം എന്ന് മാത്രമേ ഉള്ളൂ. കരിമീനൊക്കെ എന്തായാലും പുറത്ത് നല്ല വിലയുണ്ടാവും. ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം അത്രയും വിലയോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ നല്ല അവസരമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പുറത്തു നിന്നുള്ള ആൾക്കാരും, അതായത് ഈ നാട്ടുകാരല്ലാത്ത ആൾക്കാരും വന്ന് വാങ്ങുന്നുണ്ട്. ഈ കടവിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾ തന്നെ നേരിട്ട് കച്ചവടം നടത്തുന്ന ഒരു സ്ഥലമായ. അതുകൊണ്ട് തന്നെയാണ് മറ്റ് മീൻ കച്ചവടക്കാരായാലും അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരാണെങ്കിലും അവിടെ നേരിട്ട് വന്ന് വാങ്ങുന്നത്. ഇവർ വള്ളമായിട്ട് പോയി കഴിഞ്ഞിട്ട് ഇവർ മീനും കാര്യങ്ങളുമൊക്കെ പിടിച്ച് തിരിച്ച് ആ കടവിൽ നിന്ന് അവർ തന്നെ ലേലം വെച്ച് പോകുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ലാഭത്തിനാണ് കരിമീൻ, കൊഞ്ച്, അതേപോലെ തന്നെയുള്ള മീനുകളെല്ലാം കിട്ടുന്നത്. ഞണ്ട്, ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള കരിമീനാണ്. ഇവിടെ മെയിൻ കരിമീനാണ്. ഇതുകൂടാതെ കുറേ കൊച്ചു മീനുകളുണ്ട്. അതൊന്നും ഇവർ വലിയ വില മതിക്കുന്നില്ല. കിട്ടുന്ന വിലയ്ക്ക് കൊടുത്തിട്ട് പോകുന്ന ഒരു സ്റ്റൈലൊക്കെയാണ്. ആദ്യത്തെ ആ ഒരു വീഡിയോയുടെ ആദ്യം തന്നെ ഒരു വള്ളത്തെ വന്നപ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് കരിമീനൊക്കെ കുറവായിരുന്നു. അവർ വന്നു, ഒരു വില പറഞ്ഞു, ഓക്കെ ഇതാക്കി പോയി. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു കച്ചവട രീതി. അതുകൊണ്ട് തന്നെ ഇവിടെ വാങ്ങിക്കാൻ വരുന്നവർക്ക് വൻ ലാഭമായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ പറയാനുള്ളത്.
ഈ കണ്ട കാഴ്ച ഒരു വേറിട്ട കാഴ്ചയായിരുന്നു കേട്ടോ. ഇദ്ദേഹം വിൽക്കാൻ വേണ്ടി മീൻ മേടിച്ചതാണ്. ഇദ്ദേഹത്തിന് 2 കിലോ മീൻ മതി. ഒരാൾ പറഞ്ഞിട്ട് 2 കിലോ മീൻ കൊണ്ടുപോവുകയാണ്. പക്ഷേ ഒരാൾ വന്നപ്പോൾ വേറൊരാൾ കടവിൽ വന്നപ്പോഴേക്കും മീൻ തീർന്നു പോയി, വള്ളമെല്ലാം കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് പുള്ളിക്ക് 2 കിലോ മതി. ഇപ്പോൾ ടോട്ടൽ 3 കിലോ ഉണ്ടെന്നുള്ള രീതിയിൽ പുള്ളി അതിൽ നിന്ന് 1 കിലോ മീൻ അതേ സെയിം വിലയ്ക്ക് തന്നെ കൊടുക്കുകയാണ്. അതായത് ഇവിടെ വരുമ്പോൾ കച്ചവടക്കാരാണെങ്കിൽ പോലും അവർ അവിടുത്തെ കിട്ടുന്ന വിലയ്ക്ക് തന്നെ ആ ഒരു സംഭവം ചിലർ കുറച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പം ഇവിടെ വന്നിട്ട് ഒരിക്കലും മീൻ കിട്ടാതെ പോവില്ല എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അതല്ല എന്നെങ്കിൽ 24 hours അല്ലെങ്കിൽ 24 hours എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ ലേലം വിളിക്കുന്നൊരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ്റെ വീട്ടിൽ ഫുൾ ടൈം മീൻ കൊഞ്ച് ഇതൊക്കെ ഉണ്ട്. നമ്മൾ ഈ കാണുന്ന ഒരു സെറ്റപ്പ് മാത്രമല്ല കേട്ടോ. ഇത് സിംഗപ്പൂരിലും മറ്റുമൊക്കെ കയറ്റി അയക്കാനായിട്ട് ഇവിടുത്തെ ഞണ്ടും കൊഞ്ചും ഒക്കെ പോകുന്നൊരു സെറ്റിങ് ഇതിൻ്റെ പുറവശത്തുണ്ട്. ചെറിയൊരു ഷെഡിൽ തുടങ്ങുന്ന സംഭവമാണെങ്കിലും ഇവിടെ വൻ കച്ചവടങ്ങൾ നടക്കുന്ന ഒരു ഏരിയ തന്നെയാണിത്. ഇവിടെ വന്നിട്ട് മീനില്ലാതെ പോകണ്ട എന്നൊരു കാരണത്താൽ തന്നെ ഈ ചേട്ടനെ കണ്ടു. ഈ ചേട്ടൻ ലേലം വിളിച്ചാണ് നമുക്കിത് തരുന്നത്. ഗോപി എന്നാണ് ചേട്ടൻ്റെ പേര്. അപ്പം ഈ ചേട്ടനാണെങ്കിൽ ഓൾറെഡി കുറച്ച് എക്സ്പോർട്ടിങ്ങിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ കയ്യിൽ എപ്പോഴും ഞണ്ടും ഈ കൊഞ്ച് കരിമീനൊക്കെ സ്റ്റോക്കുണ്ട്. അപ്പം വേണ്ടവർക്ക് ഈ പുള്ളി അവിടെ, അതായത് ഈ പുള്ളക്കടവിന് അടുത്ത് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ വീട്. അവിടെ ചെന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ വീട്ടിൽ ഇത് സ്റ്റോക്കുണ്ട്. അവിടുന്ന് ഫ്രഷ് മീനായിട്ട് തന്നെ മേടിക്കാൻ പറ്റും. പിന്നെ ഇവർ പറയുന്നതുകൊണ്ട് അധിക സമയമൊന്നും ഇത് ഇരിക്കില്ല. ഫ്രഷ് സാധനമാണ്. അവിടെ അപ്പം തന്നെ സാധനം തീരും. പണ്ട് തൊട്ടേ അവിടെ ഇങ്ങനെ ഒരു കടവ്, ഭയങ്കര പ്രശസ്തമായൊരു കടവാണ് ഇവിടുത്തെ. അതുകൊണ്ട് തന്നെ മീൻ വരും. അതേപോലെ തന്നെ പെട്ടെന്ന് തീർന്ന്, അതായത് 6 മണിക്ക് ചിലപ്പോൾ അല്ല 5:45 ആകുമ്പം ഇത് തുടങ്ങിക്കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ പരിപാടി തീരും. മെയിൻ എപ്പോൾ തീരുന്നോ അതോടുകൂടി, വള്ളം എപ്പോൾ ക്ലോസ് ആവുന്നോ അതോടുകൂടി ലേലം തീരും. അതുകൊണ്ട് തന്നെ രാവിലെ കഴിവതും നേരത്തെ വരിക എന്നുള്ളതും കൂടിയാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. 600 രൂപ. വള്ളത്തല്ലേ അതിനെ വെച്ച് വള്ളത്തേക്ക് എടുക്കാനാണ്. 650, 750, 700, 700, 700, 700, 700, 750, 750 രൂപ, 800, 800, 800 രൂപ, 800, 850, 850, 850, 850, 850, 900, 900 രൂപ, 900, 950, 950, 950, 950, 950, 3 വിളി, 950, 950, ഇത് 3 വിളി വിളിച്ചു. ഈ കൊഞ്ചിൻ്റെയൊക്കെ വലിപ്പം കണ്ടോ? ഇതിൻ്റെ ഇഷ്ടം പോലെ സാധനങ്ങൾ ഇവിടെ വന്നാൽ കിട്ടും. കൊഞ്ചും വന്ന് വീഴൂടല്ലേ? കൊഞ്ചാണ് കേട്ടോ. ഈ ദിവസം ജീവ മേടിക്കാൻ പറ്റുകയാണല്ലേ? ആളെ മീനൊന്നും കൊണ്ടുവന്നേ. ഈ ദിവസം ജീര മേടിക്കാൻ വരുന്ന തിരിച്ചിക്ക് ഉള്ള കാര്യമാണ് പറഞ്ഞത്. പറക്കിയിടും, വിളക്ക് പറക്കി.
അവിടെ എങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ കൊണ്ടുപോകണം ഞാൻ വിളിക്കുന്നത് 500 രൂപ വരെ വിളിക്കുന്നത് 500 600 600 600 700 750 750 750 രൂപ 750 750 800 800 850 850 രൂപ 850 900 900 രൂപ 900 1000 രൂപ 1000 1100 1100 1150 150 150 1200 1200 രൂപ 1000 അരി മേടിക്കണ്ടേ അതിന് രാവിലെ ഞാൻ തരാം ഇടയിലായിട്ട് പിടികിട്ടി കഴിഞ്ഞാൽ ഇയാള് തരുമെന്നെങ്കിലും ഉറപ്പുണ്ടല്ലോ അപ്പുറത്തോട്ട് വിളിക്കാൻ പോയതാ അപ്പുറത്തോട്ട് ഉണ്ടാക്കാൻ പോയതാ 500 രൂപ വിളിച്ച് അത് കഴിഞ്ഞിട്ട് വ്യാപാരം പോയാൽ പിന്നെ അന്ന് വ്യാപാരം ഇതെന്തോ കൂടിയാണ് ഇഞ്ചില്ലാത്ത വെള്ളമായതുകൊണ്ട് അത് ഇതെടുത്ത് കയറ്റി പഞ്ചാബ് അടിച്ചേച്ച് എടുത്തിട്ട് കളിക്കാൻ കൊണ്ടുപോകും നമ്മളറിയത്തില്ല നമ്മൾ